വിശദമായി വാദം കേട്ട് രസമെന്ന് വെച്ചാൽ ആ സമയത്തും പിണറായി വിജയൻ ജയിലിൽ പോകുന്നുള്ള ചർച്ചകൾ വളരെ സജീവമായി. കാരണം വിചാരണയുടെ സമയത്ത് ജഡ്ജിയുടെ പരാമർശങ്ങൾ മുഴുവൻ പിണറായി വിജയനെതിരായിരുന്നു. പക്ഷേ എലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് BJP സർക്കാർ എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ SFIO ഇയാളെയും മകളെയും ഇയാളെ ചോദ്യം ചെയ്തില്ലെങ്കിൽ മകളെയെങ്കിലും ചോദ്യം ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. ക്രാസ് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മെയിലിംഗ് ആൻഡ് ബ്ലാക്ക് മെയിലിംഗ് ഓൺലി ബ്ലാക്ക് മെയിലിംഗ് അല്ലാതെ വേറൊന്നുമല്ല. പ്രശ്നങ്ങളും എക്സാലോജിക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നത് സുരേഷ് ഗോപി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിണറായി വിജയനെതിരെ നവകേരള സദസ്സിനെ കുറിച്ച് അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. നമസ്കാരം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്വർണ്ണക്കടത്ത് കേസ് വന്നു. അപ്പോൾ മാധ്യമങ്ങളും മറ്റു ചിലരും ഒക്കെ, അതായത് എതിർപക്ഷത്തുള്ളവരും ഒക്കെ പറഞ്ഞു പിണറായി വിജയൻ അകത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. പിന്നീട് ലാവ്ലിൻ കേസ് ഓരോ തവണ പരിഗണിക്കുമ്പോഴും പറഞ്ഞു നാളെ അറസ്റ്റ് ഉണ്ടാവും, ഉടനെ അകത്തേക്ക് പോകും, തിഹാർ ജയിലിലേക്കാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴിതാ മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും പറയുന്നത് ഇപ്പോൾ പോവും, മകളും പോവും എന്നൊക്കെയാണ്. അങ്ങനെ പിണറായി വിജയൻ ജയിലിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അല്ല, പിണറായി വിജയൻ ജയിലിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പിണറായി വിജയൻ ശിക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ചർച്ച യഥാർത്ഥത്തിൽ 2005 അല്ലെങ്കിൽ 2006 2007 കാലഘട്ടം മുതൽ തുടങ്ങുന്നതാണ്. നമ്മളതിൻ്റെ നാൾ വഴി പരിശോധിച്ചാൽ പിണറായി വിജയൻ വലിയ ഭീഷണി നേരിട്ട ആദ്യ സംഭവം ലാവ്ലിൻ കേസായിരുന്നു. അത് 1998 അത് ആവിർഭവിച്ചത്. 2004 ആയപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ പിണറായി വിജയൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൃത്യമായി പ്രതിപാദിക്കുന്ന C&AGയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. ആ സമയത്തൊക്കെ ഞാൻ BSൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്യുന്നു. അത് 2005 2006 ആ വിഷയത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. അതായത് ക്രൈം നന്ദകുമാർ കൊടുത്ത കേസിൽ ഹൈക്കോടതിയുടെ VK ബാലിയും JB കോശിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അതിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ ആ CBI അന്വേഷണം പ്രഖ്യാപിച്ച 2006 2007 മുതൽ തുടങ്ങിയ ഒരു ചർച്ചയാണ് പിണറായി വിജയൻ അകത്ത് പോകില്ലെന്നുള്ളത്. 2006 2007 മുതൽ, ഇപ്പോൾ വർഷം എത്രയായിരുന്നു? 10-18 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അപ്പം പിണറായി വിജയൻ ശിക്ഷിക്കപ്പെടുമോ അകത്ത് പോകുമോ എന്നുള്ള ചർച്ച നടന്നതിൽ വലിയ തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. കാരണം പിണറായി വിജയന് നിർണായകമായ പങ്കുണ്ടെന്നും ഖജനാവിന് ഈ പന്നിയാർ, പള്ളിവാസൽ, ചെങ്കുളം എന്നീ 3 വൈദ്യുത പദ്ധതികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖജനാവിന് ഇന്ന് 374.5 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് 2004 2005 എൻ്റെ ഓർമ്മ പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. മനസ്സിലായോ? അതിനപ്പുറത്ത് ഭരണഘടനാ സാധുതയുള്ള വേറൊരു സ്ഥാപനം ഇല്ല. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലവിലുള്ളൊരു സാധനമാണ് CAG. അപ്പോൾ സ്വാഭാവികമായും CAG ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അയാൾ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയില്ല എന്നുള്ള ചർച്ച വളരെ സജീവമായി നടന്നു. അതിൽ യാതൊരു തെറ്റുമില്ല. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഈ CBI അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ CAG റിപ്പോർട്ട് വന്നു. ആ CAG റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ക്രൈം നന്ദകുമാർ കോടതിയിൽ പോയി. എന്തിന്? CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. ആ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. അപ്പോൾ ആദ്യം CAG എന്ന് പറഞ്ഞ ഭരണഘടനാ സ്ഥാപനം പിണറായി വിജയൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ടുമായിട്ട് പുറത്തു വന്നു. 2, ആ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് CBI അന്വേഷണം പ്രഖ്യാപിച്ചു. അപ്പോഴും ചർച്ച നടന്നു. ആ ചർച്ച നടന്നതിനകത്തും തെറ്റില്ല. കാരണം 2 സ്റ്റെപ്പാണ്. ഒന്ന്, CAG റിപ്പോർട്ട് കൊണ്ടുവന്നു. 2, പിണറായി വിജയനെതിരെ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. അപ്പോഴും ചർച്ചകൾ സജീവമായി. അതിനുശേഷം എന്ത് സംഭവിച്ചു? 1 വർഷം CBI അന്വേഷണം നടന്നു. ആ CBI അന്വേഷണം നടന്നതിനെ തുടർന്ന് പിണറായി വിജയനെ 7ാം പ്രതിയാക്കി CBI. 7ാം പ്രതി അല്ല, 9ാം പ്രതി. ആദ്യം 9ാം പ്രതിയാക്കി. അപ്പോഴും ചർച്ചകൾ വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അപ്പം 3ാമത്തെ സ്റ്റെപ്പാണ്. ആദ്യത്തേത് CAGയുടെ റിപ്പോർട്ട്, 2 CBI അന്വേഷണം, 3 CBI അന്വേഷണത്തിൽ പ്രതി.
സ്വാഭാവികമായും പിണറായി വിജയൻ അഴിക്കുള്ളിൽ പോകുന്നുള്ള ചർച്ചകൾ സജീവമായി. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ 2014 എൻ്റെ ഓർമ്മ, CBI കോടതി പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാ പ്രതികളെയും കുറ്റമുക്തരാക്കി. എല്ലാ പ്രതികളെയും കുറ്റമുക്തരാക്കി. അതായത് ഇതിനിടയ്ക്ക് ഞാൻ ഇടപെടുകയാണ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. കാരണം ഇപ്പോൾ BJP സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്, 10 വർഷമായിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തിനെ CBI കുറ്റമുക്തനാക്കി. അപ്പോൾ അതായത് UPA സർക്കാരിലും പിണറായി വിജയന് സ്വാധീനമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവല്ലേ അത്? അല്ല, അതല്ല. അതായത് UPA സർക്കാരിൻ്റെ കാലത്താണ് അയാൾക്കെതിരായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം വരുന്നത്. 2014 CBI കോടതിയാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും വെറുതെ വിട്ടത്. CBI കോടതി. അതും 2014 2014 പിന്നെ UPA സർക്കാർ ഒന്നുകിൽ പോകുന്നു അല്ലെങ്കിൽ പോകുന്ന രണ്ടു ഘട്ടം. ഈ 2014 ഈ കുറ്റമുക്തനാക്കിയതിനെ തുടർന്ന്, അപ്പോൾ കുറ്റമുക്തനാക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വിചാരണ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് CBI അന്വേഷണത്തിൽ പ്രതിയായത് 2007 8 മറ്റാണ്. പക്ഷേ ഇതിൻ്റെ വിചാരണ നീണ്ടുപോയിക്കൊണ്ടിരുന്നു. കാരണം വിചാരണ നീണ്ടുപോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാവ്ലിൻ കേസിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ക്ലോസ് ട്രെൻഡൽ എന്ന് പറഞ്ഞ ആൾ ഇതിനകത്ത് പ്രതിയായിരുന്നു. അപ്പോൾ അയാളെ കൂടെ കൊണ്ടുവന്നാലല്ലേ വിചാരണ തുടങ്ങാൻ പറ്റുമോ? അങ്ങനെ ഇരുന്നപ്പോൾ പിണറായി വിജയൻ ഹൈക്കോടതിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഇത് ക്ലോസ് ട്രെൻഡലിനെയും കൂടെ കൊണ്ടുവരുന്നത് താമസിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ താമസിക്കുന്നു, ഇതൊരു ഡെമോക്രേസിൻ്റെ വാള് പോലെ എൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്, അതുകൊണ്ട് കുറ്റപത്രം 2 ആക്കണം. ക്ലോസ് ട്രെൻഡലിൻ്റെ വേറൊരു കുറ്റപത്രം, ബാക്കിയുള്ള കുറ്റപത്രത്തിലുള്ള അവരുടെ വിചാരണ തുടരണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി പോയി. ഹൈക്കോടതി അത് അംഗീകരിക്കുകയും അങ്ങനെ കുറ്റപത്രം സ്പ്ലിറ്റായി പോവുകയും ചെയ്തതിനെ തുടർന്നിട്ടാണ് വിചാരണ ആരംഭിക്കാൻ പോയത്. ഇവിടെ CBI കോടതിയിൽ വിചാരണ ആരംഭിക്കാൻ പോയപ്പോഴത്തേക്ക് CRPCയിൽ 259 എന്ന് പറഞ്ഞൊരു വകുപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കാൻ നിങ്ങളുടെ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ കുറ്റമുക്തനാക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കാനുള്ള ഒരു വകുപ്പ് CRPC കിടപ്പുണ്ട്. അത് വെച്ചുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ CBI കോടതിയിൽ ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ ഡിസ്ചാർജ് പെറ്റീഷന് വിശദമായി വാദം കേട്ട് രസമെന്ന് വെച്ചാൽ ആ സമയത്തും പിണറായി വിജയൻ ജയിലിൽ പോകുന്നുള്ള ചർച്ചകൾ വളരെ സജീവമായി. കാരണം വിചാരണയുടെ സമയത്ത് ജഡ്ജിയുടെ പരാമർശങ്ങൾ മുഴുവൻ പിണറായി വിജയനെതിരായിരുന്നു. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്തോ 8-10 ദിവസം വിചാരണ ഉണ്ടായിരുന്നു CBI കോടതി. ആ 8-10 ദിവസവും ഞാൻ CBI കോടതിയിൽ പോയിരിക്കുമായിരുന്നു. അവിടെ നടന്ന ചർച്ചകളെല്ലാം ഇങ്ങനെ കേട്ട് എഴുതിയെടുക്കുക. ആ ദിവസങ്ങളിൽ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ചാനലിൽ ചർച്ചയിലുണ്ടാവും. കാരണം ഇതിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജഡ്ജി അന്ന് എന്തോ രഘു എന്ന് പറഞ്ഞ ജഡ്ജിയായിരുന്നു എൻ്റെ ഓർമ്മ. അയാൾ ഓരോ ദിവസവും നടത്തുന്ന പരാമർശങ്ങൾ മുഴുവൻ ആദ്യാവസാനം പിണറായി വിജയനെതിരായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലും പിണറായി വിജയൻ ഇങ്ങനെ ജയിലില്ല എന്നുള്ള ചർച്ച. അവസാനം എന്ത് സംഭവിച്ചു? ഒരു സുപ്രഭാതത്തിൽ അയാൾ വിധി പ്രഖ്യാപിച്ചു. എന്താ വിധി പ്രഖ്യാപിച്ചത്? മുഴുവൻ വരെ വെറുതെ വിട്ടുകൊണ്ട് വിധി പ്രഖ്യാപിച്ചു. അപ്പോൾ പിണറായി വിജയൻ അതിൻ്റെ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ചർച്ച എന്ന് തോന്നുന്നു 2014. ആ 2014 2015 ആദ്യമോ ഹൈക്കോടതിയിൽ CBI ഇതിനെതിരായിട്ട് പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു. അപ്പോഴാണ് BJP സർക്കാർ വരുന്നത്. ആ കേസ് 2017 വരെ ഹൈക്കോടതി കിടന്നു. 6-7 ജഡ്ജിമാർ പിന്മാറി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് റിക്യൂസ് ചെയ്തു. അതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, റിക്യൂസ് ചെയ്തു. അവസാനം 2017 ജൂലൈയിലോ ജൂണിലോ മറ്റോ ജസ്റ്റിസ് P. ഉബൈദിൻ്റെ ബെഞ്ച് പിണറായി വിജയൻ ഉൾപ്പെടെ 4 പേരെ കുറ്റമുക്തനാക്കി. പക്ഷേ 4 പേര് വിചാരണയ്ക്ക് വിധേയരാകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആരെയൊക്കെയാണ് കുറ്റമുക്തനാക്കിയത്? പിണറായി വിജയനെ കുറ്റമുക്തനാക്കി. ഒരു K. മോഹനേന്ദ്രൻ ഉണ്ടായിരുന്നു, ഊർജ്ജ സെക്രട്ടറി, അയാളെ കുറ്റമുക്തനാക്കി. പിന്നെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ കുറ്റമുക്തനാക്കി. പിന്നെ ഒരാളെ കൊണ്ടുവന്നതിനോട് അങ്ങനെയുള്ള ഒരു 3-4 പേരെ കുറ്റമുക്തനാക്കി. കീഴ്ത്തട്ടിലുള്ള 2-3 പേര് വിചാരണ നേരിടണമെന്നും പറഞ്ഞു. അപ്പം അപ്പോഴും പിണറായി വിജയൻ രക്ഷപ്പെട്ടു. 2017 ആയപ്പോഴും പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയല്ലോ. അന്ന് പിണറായി വിജയൻ കേസ് വാദിക്കാൻ കൊണ്ടുവന്ന ആരാന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും പണം, നമ്മളിതൊക്കെ ഇപ്പോൾ ചിന്തിക്കേണ്ടതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം മേടിക്കുന്ന ഇന്ത്യയിലെ 1-ാം നമ്പർ അഭിഭാഷകനായിട്ടുള്ള ഹരീഷ് സാൽവെയാണ് 2017 ഈ വിപ്ലവ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കേസ് വാദിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. മനസ്സിലായോ? 2017. അപ്പം 2017 ചെന്ന ആൾ മുഖ്യമന്ത്രി. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ വക്കീൽ, അയാൾ 7 സ്റ്റാർ ഹോട്ടലിൽ അയാൾ താമസിക്കുകയുള്ളൂ. അത്രയ്ക്ക് ഭീകരനാണ്. ഇന്ത്യയിലെ നമ്പർ 1 ആണ്. അയാൾ ഇൻ്റർനാഷണൽ കോർട്ടിലൊക്കെ പോയി വാദിക്കുന്ന ആളാണ്. അമേരിക്കയിൽ അയാളുടെ ഫാം ഹൗസിൽ ഇരുന്നുകൊണ്ടാണ് പിന്നെ ഓൺലൈനിൽ കൂടെ ഇതിൽ പങ്കെടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അയാൾക്കൊക്കെ ഒരു അപ്പിയറൻസിന് തന്നെ 40 ലക്ഷം 50 ലക്ഷം കൊടുക്കണം. അയാളെയാണ് 2017 കൊണ്ടുവന്നത്. അങ്ങനെ കുറ്റമുക്തനാക്കിയപ്പോൾ പിണറായി രക്ഷപ്പെട്ടു എന്നുള്ള വാദം വന്നു.
അല്ല, ഇതേ ഹരീഷ് സാൽവയെ ഏതോ ഒരു രാഷ്ട്രീയ കൊലപാതക കേസ് CBIക്ക് വിടാതിരിക്കാനായി കേരള സർക്കാർ കൊണ്ടുവന്നിരുന്നു. അല്ല, ഹരീഷ് സാൽവെ വേറെ കൊണ്ടുവന്നിട്ടില്ല. ആ. ഹരീഷ് സാൽവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരീഷ് സാൽവെ ആരുടെയൊക്കെ വക്കീലാണെന്നറിയോ? പിണറായി വിജയൻ്റെ വക്കീല്, നരേന്ദ്രമോദിയുടെ വക്കീല്, യോഗി ആദിത്യനാഥിൻ്റെ വക്കീല്, അദാനിയുടെ വക്കീല്. അതിനെ കോമ്പിനേഷൻ നിങ്ങൾ ആലോചിക്കണം. ഇന്ത്യയിൽ ഏറ്റവും വലിയ കുത്തകയുടെ വക്കീല്, BJPയുടെ വക്കീല്, RSകാരൻ്റെ വക്കീല്, പിണറായി വിജയൻ്റെ വക്കീല്. അതവിടെ നിൽക്കണം. എന്തായാലും 2017 കുറ്റമുക്തനാക്കി. 2017 ഒക്ടോബർ 10-നാണ് പിണറായി വിജയനെ കുറ്റമുക്തനാക്കുന്നതിനെതിരെ CBI സുപ്രീം കോടതിയിൽ പോകുന്നു. അപ്പോൾ പോകുന്ന സമയത്തും പിണറായി വിജയൻ ജയിലിലാവാൻ സാധ്യത എന്നുള്ള ചർച്ചകൾ നടന്നു. അതിനുശേഷം പിന്നെ എന്താണ് ഉണ്ടായെന്നുള്ള ഫെയ്റ്റ് അക്കംപ്ലിയാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായി ഒരു ചുക്കും അവിടെ നടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ ജയിലിലാകുമോ എന്നുള്ള ചർച്ചകളുടെ ജെനിസിസ് 2006-ലോ 2007-ലോ അല്ല 2005-ലായിരുന്നു. അന്ന് CAG റിപ്പോർട്ട് വന്നതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്താണ്? ഇയാൾക്കെതിരെ CBI അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിച്ചു. അതാണ് സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് എന്താണ്? ഈ CBI അന്വേഷണത്തിൽ ഇയാൾ 9-ാം പ്രതിയായി, പിന്നെ 2 പേരും മരിച്ചപ്പോൾ 7-ാം പ്രതിയായി. അതാണ് സ്റ്റെപ്പ് നമ്പർ 3. 4-ാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇയാൾ രക്ഷപ്പെട്ടു പോകും എന്നുള്ള 2014-ലെ CBI കോടതിയുടെ ഉത്തരവ്. അതിനുശേഷം സ്റ്റെപ്പ് നമ്പർ 5-ൽ ഇയാൾ വീണ്ടും ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്ന സ്റ്റെപ്പായിരുന്നു സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത് CBI. പക്ഷെ അതിനുശേഷം ഇമാതിരി ചർച്ചകളില്ല. അയാൾ BJPയുടെ ആളായതുകൊണ്ട് അയാൾ എന്തായാലും രക്ഷപ്പെടും എന്നുള്ള ഒരു നിലയിലേക്ക് ജനങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് ഇയാൾ വീണ്ടും കുഴപ്പത്തിലാകുമോ എന്ന് തോന്നിക്കുന്ന നിലയിൽ സെക്കൻഡ് ഫേസ് ആരംഭിക്കുന്നു. ആ സെക്കൻഡ് ഫേസാണ് നേരത്തെ സുമേഷ് പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ജയിലിൽ പോകുന്നുള്ള നിലയിലുള്ള വലിയ ചർച്ചകൾ നടന്നു. കാരണം ഇയാൾക്കെതിരെ ഒരുപാട് തെളിവുകൾ വന്നു, ഒരുപാട് മൊഴികൾ വന്നു. സ്വപ്നയുടെ മൊഴി വന്നു, സ്വപ്നയുടെ കൂടെ താമസിക്കുന്ന സരിത്തിൻ്റെ മൊഴി വന്നു. ഈവൻ ശിവശങ്കരുടെ മൊഴിയിൽ പോലും പരോക്ഷമായി ഇയാൾക്കെതിരെ ഇതുണ്ടായിരുന്നു. മനസ്സിലായോ? എന്ന് മാത്രമല്ല, ഇയാൾ ജയിലിലാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ചർച്ചകൾ അന്ന് സജീവമായുള്ള കാരണം എന്താണ്? ഇയാളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിലായി. അതെ, അപ്പോഴൊക്കെ സജീവമായിട്ട് ചർച്ചകൾ വന്നു. അത് ജയിലിലായി, പക്ഷേ ഇയാളെ തൊടുന്നില്ല, ഇയാൾക്കൊന്നും സംഭവിക്കുന്നില്ല. അതിനുശേഷം ഡോളർ കള്ളക്കടത്ത് കേസ് വന്നു. അപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ഡോളർ കൊണ്ടുപോയെന്നുള്ളത്. അപ്പോഴും ഇയാൾ ജയിലിലാവുന്നുള്ള നിലയിലുള്ള ചർച്ച വന്നു, ഇയാൾക്കൊന്നും സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞ് ലൈഫ് മിഷൻ അഴിമതി വരുന്നു. അതിനകത്തും ഇയാൾക്കെതിരെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്തും ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ 12/6/2023 ഇൻകം ടാക്സ് ഇൻട്രൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഓർഡർ വന്നു. ആ ഓർഡറിനകത്ത് ഇയാൾക്കെതിരായിട്ടുള്ള ഫൈൻഡിങ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് വായിച്ചിട്ടാണ് വരുന്നത്. അതായത് കരിമണൽ കമ്പനിയിൽ 27 വർഷമായി ജോലി ചെയ്യുന്നൊരു ചീഫ് ഫിനാൻസ് ഓഫീസറുണ്ട്, KS സുരേഷ് കുമാർ എന്ന് കണ്ടാണ് അയാളുടെ പേര്. അയാൾ കരിമണൽ കർത്താവിൻ്റെ ഏറ്റവും വിശ്വസ്തനാണ്. 27 വർഷമായിട്ട് ജോലി. അയാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ രേഖകളിൽ നിന്നാണ് ആർക്കൊക്കെയാണ് പണം കൊടുത്തിട്ടുണ്ടെന്ന് ഈ അബ്രീവേഷൻസും ഈ PV, ഈ RC, OC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം വന്നത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് പൈസ എത്ര കൊടുത്തു, എവിടെ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്, വീട്ടിൽ വെച്ചിട്ടാണോ ഓഫീസിൽ വെച്ചിട്ടാണോ, അതിൻ്റെ മൊത്തം കണക്കുകളുണ്ട് ഇൻകം ടാക്സിൻ്റെ കയ്യിൽ നിന്ന് ആ ഓർഡറിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നതിൻ്റെ കാരണമാണ് ഞാൻ പിന്നീട് വരാം. അതോടൊപ്പം തന്നെയാണ് ഇയാളുടെ മകൾക്കെതിരെ വന്നത്. അപ്പം അത് വന്ന സമയത്തും ഇയാൾക്കെതിരെ നീക്കങ്ങൾ ഉണ്ടാവുമെന്നുള്ള നിലയിലുള്ള സാധനം വന്നു. പക്ഷേ ഇതൊന്നും വന്നിട്ടും 2004 മുതൽ നടക്കുന്ന ഈ ചർച്ച ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പോൾ അത് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ വന്നത് ഗൂഢാലോചന. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ ഇപ്പോൾ സംഭവിക്കാൻ പോകണമെന്നറിയാം. എനിക്ക് എൻ്റെ ഒരു നിരീക്ഷണം കുറച്ച് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത് അത് ഇച്ചിരി പല്ലിന്നൊക്കെ ഉള്ളൊരു സാധനമാണ്. അതായത് കമ്പനി ആക്ട് 2013 ഉണ്ട്. കമ്പനി ആക്ടിൽ 2013 അമെൻമെൻറ്റ് വന്നു. അതിൽ 210, 211, 212 വകുപ്പുകളിലാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ വിശദാംശങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. അതെന്താണ്? അതിനൊരു ഡയറക്ടർ ഉണ്ടാവും, അതിനകത്ത് ഫോറൻസിക് ഓഡിറ്റിൻ്റെ ഒരു എക്സ്പെർട്ട് ഉണ്ടാവും, ലോയുടെ എക്സ്പെർട്ട് ഉണ്ടാവും, കോർപ്പറേറ്റ് ലോയുടെ എക്സ്പെർട്ട് ഉണ്ടാവും, IT-യുടെ എക്സ്പെർട്ട് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് എക്സ്പെർട്ടുകളുള്ള ഒരു ഇതാണ്. കമ്പനികളിൽ നടക്കുന്ന ഫ്രോഡുകളെ കുറിച്ചിട്ട് അന്വേഷിക്കാനുള്ള സാധനം ഇതാണ് എന്ന് മാത്രമല്ല, അതിന് ഏറ്റവും നിർണായകമായിട്ടുള്ള സാധനം വെച്ചാൽ അറസ്റ്റിന് അധികാരമുണ്ട് എന്നുള്ളതാണ്.
ചോദ്യം ചെയ്യാനും അറസ്റ്റ് അതിനുള്ള ചെയ്യാനും അധികാരം അതിനകത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഏജൻസിയുടെ കയ്യിലേക്ക് ഇപ്പോൾ അന്വേഷണം പോകുന്നു എന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യൽ സാധ്യത വളരെ വലുതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തീർന്നില്ലല്ലോ. അല്ല, ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പാണ്. കാരണം എന്താണ്, ഇത്രയും നാളായിട്ട് ഈ അന്വേഷണങ്ങൾ നടന്നിട്ടും ചോദ്യം ചെയ്യൽ പോയിട്ട് 5 ചോദ്യം പോലും അയാളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. പക്ഷേ മറ്റൊരു കാര്യം, ഇപ്പോഴും ഈ പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് പോയിന്റ് വളരെ ക്ലിയറാണ്. പിണറായി വിജയനും മകളൊന്നും ജയിലടിക്കുള്ളിലൊന്നും ആവാൻ പോകുന്നില്ല. പക്ഷേ എലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് BJP സർക്കാർ എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ SFIO ഇയാളെയും മകളെയും, ഇയാളെ ചോദ്യം ചെയ്തില്ലെങ്കിൽ മകളെയെങ്കിലും ചോദ്യം ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. ഈ ചോദ്യം ചെയ്യലും ജയിലിൽ പോലും രണ്ടാ. എലക്ഷൻ്റെ മുമ്പ് ഇയാളുടെ മകളെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്താൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. എന്താണ് ഉദ്ദേശം BJP ഗവൺമെൻറ് ഉദ്ദേശം ഇയാളെ ജയിലിലാക്കൽ ഇതൊന്നുമല്ല. ഒരു സംശയവും വേണ്ട, അവർക്ക് തൃശ്ശൂർ സീറ്റ് വേണം. ആ തൃശ്ശൂർ സീറ്റിന് വേണ്ടിയിട്ട് അവർ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ മകൾക്കെതിരെയുമുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. 1. 2, അത് സംബന്ധിച്ച് അന്വേഷണം നടത്താനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സംവിധാനത്തെ ഞങ്ങൾ അതിൻ്റെ ചുമതല ഏർപ്പാടാക്കിയിട്ടുണ്ട്. 5 സീനിയർ ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷണം നടത്തുന്നത്. ആ ഏജൻസിക്ക് അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനുള്ള അധികാരവുമുണ്ട്. മനസ്സിലായോ? ഇത് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കും. നിങ്ങളുടെ മകളെ ഉൾപ്പെടെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാനായിട്ടുള്ള എല്ലാ തെളിവുകളും, ഇപ്പോൾ ROCയുടെ റിപ്പോർട്ട് എല്ലാ തെളിവുകളും പുറത്തു വന്നാണല്ലോ. അതുകൊണ്ട് അതെല്ലാം ഞങ്ങൾ ഉപയോഗിക്കാൻ പോവാണ്. അത് ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് തൃശ്ശൂർ സീറ്റ് കിട്ടണം. സീറ്റ് കിട്ടണം. അല്ല, ഞാൻ പറഞ്ഞത് പ്രചാരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്നതിനപ്പുറം പോകില്ലല്ലോ CPM. അല്ല, അതിനോടൊന്നും എനിക്കൊരു യോജിപ്പില്ല. അത് നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. പിണറായി വിജയൻ പറഞ്ഞാൽ CPM-ന്റെ റാങ്ക് ആൻഡ് ഫൈലിൻ്റെ ഇടയിൽ ഒന്നും സംഭവിക്കില്ല. പിണറായി വിജയൻ പറഞ്ഞാൽ കേൾക്കുന്ന എവിടെയാണ്? സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ളവർ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഉള്ളവർ, അല്ലെങ്കിൽ കുറച്ച് പാർട്ടി ഭാരവാഹികൾ. പക്ഷേ ഈ പാർട്ടിയെ നിലനിർത്തുന്ന പാർട്ടി റാങ്ക് ആൻഡ് ഫയൽ ഉണ്ടല്ലോ, ആ റാങ്ക് ആൻഡ് ഫയൽ ഒന്നും പിണറായി വിജയൻ പറഞ്ഞാൽ ഒരു പുല്ലിൻ്റെ വില അവർ കൊടുക്കില്ല. അതവിടെ നിൽക്കട്ടെ. BJPയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? BJPയുടെ ആവശ്യം എന്ന് പറയുന്നത് തൃശ്ശൂർ അവർക്ക് കിട്ടണം. അത് കിട്ടാനുള്ള ബാർഗെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഓരോ സ്റ്റെപ്പും നടത്തുന്നത്. അതായത് ഒരുതരം ബ്ലാക്ക് മെയിലിംഗ്, ഒരു തരമല്ല, പറഞ്ഞതുപോലെ ക്രാസ് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മെയിലിംഗ് ആൻഡ് ബ്ലാക്ക് മെയിലിംഗ്, ഓൺലി ബ്ലാക്ക് മെയിലിംഗ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇനിയിപ്പോൾ മറുവശം നിങ്ങളൊന്ന് ആലോചിക്കും. ഇത്രയും പ്രശ്നങ്ങളും എക്സാലോജിക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നല്ലോ, സുരേഷ് ഗോപി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിണറായി വിജയനെതിരെ നവകേരള സദസ്സിനെ കുറിച്ച് അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പം എക്സാലോജിക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അയാൾ മിണ്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം ഒരു ഡീലിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ ഡീലിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും പിണറായി വിജയൻ്റെ മകളെയെങ്കിലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ചോദ്യം ചെയ്യാൻ ഈ ഇലക്ഷന് മുമ്പ് ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും കേരളത്തിലെ ജനങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം നിരവധി ജനദ്രോഹ പരിപാടികൾ, ഇത്രയധികം വെറുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ പോലും ഇല്ലാത്തൊരു സംഭവമുണ്ട്. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അണികൾ പോലും വകവയ്ക്കാത്ത, അനുസരിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ള സ്ഥിതിവിശേഷം. അപ്പോൾ BJPക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല, അല്ലെങ്കിൽ CPM-ന് വോട്ട് ചെയ്യുക എന്ന് പിണറായി വിജയൻ എന്ത് പറയുന്നു അതിനെതിരെ മാത്രമാണ് അവർ ചെയ്യുന്നത്. കാരണം അത്രയേറെ സഹികെട്ടിരിക്കുന്നു സഖാക്കൾ. അതും കൂടെ പറഞ്ഞാൽ അവസാനം, തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തോറ്റാൽ ഒരു സംശയവും വേണ്ട, അച്ഛനും മോളത്തായി പോകും. ഉറപ്പാണ്. തോറ്റാൽ ഇനി തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ പിന്നെ പുരേ കിടന്നുറങ്ങാൻ അയാൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒന്നും BJP ചെയ്യില്ല. കാരണം ആകെപ്പാടെ ഇപ്പോൾ ഉള്ള കേസെന്ന് പറയുന്നത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ കേസ് മാത്രമല്ലേ ഉള്ളൂ. കാരണം സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കള്ളക്കടത്തും അതെല്ലാം പോയല്ലോ, അന്തരീക്ഷത്തെ വിലയും പ്രാപിച്ചു പോയി. ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ വലിയ തോതിലുള്ള ആശങ്കയിലും ടെൻഷനിലുമാണ്. 2 പ്രശ്നമാണ് അയാൾക്കുള്ളത്. അയാളുടെ മകൾ എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യപ്പെടാമെന്നുള്ള അവസ്ഥ. അയാൾ മകളെക്കുറിച്ച് പറയുമ്പോൾ അയാൾ വളരെ അറിയാലോ. ഞാൻ പറഞ്ഞ ഇപ്പം നിയമസഭയിലേക്ക് പറയായിരുന്നു, മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മകൾ അനുഭവിക്കട്ടെ.
ലോ ഷുഡ് ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്ന് പറയാറുണ്ട്, അത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇയാളുടെ ഭാഗത്ത് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ടെൻഷനാണ് അയാളെ മതിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, മകള് ചോദ്യം ചെയ്യപ്പെടാതിരിക്കണം. 2, സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഉറപ്പുവരുത്തണം. ഈ 2 കാര്യങ്ങളും അയാൾക്ക് നിദ്രാവിഹീനങ്ങളായിട്ടുള്ള രാവുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നേരിടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ശ്രീ ഷാജഹാൻ സാറിൻ്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും ഉള്ളത്, കേരളത്തിലെ ജനങ്ങൾക്ക് പലർക്കും ഉള്ളത്. കാരണം കേന്ദ്രം BJP ഭരിക്കുമ്പോൾ അവരുടെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയിൽ നിന്നും പിണറായി വിജയന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും ഇതൊക്കെ നമ്മൾ സാധാരണക്കാരായ ജനങ്ങളെ പ്രഹസനപ്പെടുത്താനുള്ള വെറും ഒരു തന്ത്രം അത്രമാത്രം കരുതിയാൽ മതി. വീണ്ടും നമുക്ക് കാണാം നേരിൻ്റെ പക്ഷത്തിലൂടെ അടുത്തൊരു വിഷയവുമായി.